ഇന്ന് ഒരു KSRTC ബസ് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെന്നാണ് ഇപ്പം നമ്മളെ തിരുമുക്കിൽ കുരുങ്ങി കിടക്കുന്നത്. അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഇപ്പം ഇവിടെ നമ്മളെ ദേശീയ തിരുമുക്കിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വഴിയുള്ള യാത്ര ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. 2 ദിവസം മുമ്പാണ് ഇവിടെ KSRTC ബസ്സും ആംബുലൻസും എല്ലാം കുരുങ്ങിയത് അല്ലേ. രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായി. എന്നിട്ടും പാഠം പഠിക്കാനോ ഇതിനൊരു നടപടി കൈകൊള്ളാനോ ചാത്തന്നൂരിലെ ഈ പഞ്ചായത്തോ അല്ലെങ്കിൽ ചാത്തന്നൂർ ഓരോ സംഘടനകളോ ഈ ദേശീയപാത അധികൃതരെ ശ്രദ്ധിച്ചില്ല. പൈപ്പുകളൊക്കെ കൊണ്ടിട്ടേക്കുന്ന കടത്താണ്. ഈ പൈപ്പുകളൊക്കെ ഇവിടെ നിർമ്മാണം പൂർത്തിയായി ഇവിടുന്ന് കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടും ഈ പൈപ്പുകളൊന്നും മാറ്റാതെ ഇത്രത്തോളം ഒരു ദുർഘടാവസ്ഥയിൽ ജനങ്ങളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ച് കൊണ്ടാണ് ദേശീയപാത കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിനൊരു പരിഹാരമോ ഒരു നടപടിയോ കൈകൊള്ളാൻ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കൈകൊള്ളാതെ പിന്നെയും പ്രശ്നങ്ങളിലേക്ക് വീഴാൻ വേണ്ടിയാണ് 2 സൈഡിലും വാഹനങ്ങൾ പോകുന്ന രംഗമാണ് കാണുന്നത്. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവേണ്ട രീതിയിൽ ഇത് ഏറ്റവും വലിയ ബസ്സുകളൊക്കെയാണ് ഇപ്പം കല്ലട ബസ്സുകളൊക്കെയാണ് നമ്മളെ ചെറിയ ഞവരൂർ റോഡ് വഴി കയറ്റിവിടുന്നത്. എവിടെ ചെന്ന് അവസാനിക്കും ഈ ബസ്സൊക്കെ അവിടെ കുരുങ്ങോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇതിന് ഇത്രയും നിഷ്ക്രിയമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ നമ്മളെ നാട്ടിലുണ്ടോ? 2 ദിവസത്തിന് മുമ്പ് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായി. ഇവിടെ ആംബുലൻസിൽ കുടങ്ങി മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം ഉണ്ടായിട്ടും അതിനൊരു നടപടി കൈകൊള്ളുവാൻ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളോ ആരും തന്നെ ശ്രമിക്കാത്തതിൻ്റെ വീണ്ടും ഇതാണ്ട് ഈ ദേശീയപാതയിലുള്ള ഇത് വെള്ളക്കെട്ടിൽ നിന്ന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് വീണത്. ഇനിയിപ്പോൾ അടുത്ത ആൾക്കാരൊക്കെ വരികയാണ്, ബുള്ളറ്റുകളൊക്കെ വരികയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടം പാസ് ചെയ്ത് പോകണം. അതിനുള്ള തത്രപ്പാടിലാണ് ആൾക്കാർ. ഇത് ആരോട് പറയാനാണ്? ഇത്രയും നിർഗുണന്മാരാണ് ഇതിന് പണിക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും. ആരടുത്തും പറയാനില്ല. ചാത്തന്നൂർക്കാരുടെ അവസ്ഥ ഒരു മഹാഗതികെട്ട അവസ്ഥയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.